മോളിവുഡിൽ കഴിഞ്ഞ 2 വർഷമായി റിലീസുകൾ ചാകരയാണ്. പഴയകാലത്തെ പല വമ്പൻ സിനിമകളും ഒരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ഭാഗ്യം പ്രേക്ഷകർക്ക് ലഭിച്ചു. ദേവദൂതൻ, സ്ഫടികം, ഛോട്ടാ മുംബൈ, രാവണപ്രഭു എന്നിങ്ങനെ മോഹൻലാലിന്റെ സിനിമകളെല്ലാം തിയേറ്ററിനെ പൂരപ്പറമ്പാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ മോഹൻലാലല്ലാത്ത മറ്റൊരു നടനും റിലീസിൽ നേട്ടം സ്വന്തമാക്കാനും ആയില്ല. മമ്മൂട്ടിയുടെ റിലീസായ പാലേരി മാണിക്യം, ഒരു വടക്കൻ വീരഗാഥ, വല്യേട്ടൻ, അമരം എന്നീ ചിത്രങ്ങൾക്ക് ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പൃഥ്വിരാജ് നായകനായ അൻവർ റിലീസിൽ 1 ലക്ഷം പോലും നേടാതെ കടം വിടുകയും ചെയ്തു. എന്നാൽ 2026 റിലീസിന്റെ കാര്യത്തിൽ മോഹൻലാലിന് അടിതെറ്റുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ വർഷം മോഹൻലാലിൻ്റെതായി റിലീസ് ചെയ്ത 3 സിനിമകളും യാതൊരു ചലനവും ഉണ്ടാക്കാതെ കളം വിട്ടു. റൺ ബേബി റണ്ണായിരുന്നു ഈ വർഷത്തെ ആദ്യ റിലീസ്. ജനുവരി 12 റിലീസ് ചെയ്ത ചിത്രം വെറും 4 ലക്ഷം മാത്രമാണ് നേടിയത്. ഫെബ്രുവരി 6 ഉദയനാരായണൻ റിലീസ് ചെയ്യുമെന്ന് അറിയപ്പെട്ടു. എന്നാൽ അതേ ദിവസം ഒരുപാട് സിനിമകൾ റിലീസുണ്ടായിരുന്നു. ഷോ തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ റിലീസ് മാറ്റിവെക്കുകയായിരുന്നു. പുതിയ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ദൃശ്യം 2ന്റെ അവസ്ഥയും ഒട്ടും മോശമല്ല. 2021 നേരിട്ട് OTTയിലെത്തിയ ചിത്രം ആദ്യമായിട്ടാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. എന്നാൽ യാതൊരു ചലനവും ദൃശ്യം 2ന് സൃഷ്ടിക്കാൻ സാധിച്ചില്ല. കേരളത്തിൽ വളരെ കുറച്ച് സ്ക്രീനുകൾ മാത്രമാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. എന്നാൽ വാഴ 2ന്റെ വമ്പൻ കുതിപ്പും മോഹിനിയാട്ടത്തിന്റെ റിലീസും ദൃശ്യം 2ന് തിരിച്ചടിയായി. റിലീസ് ചെയ്ത പകുതിയോളം സ്ക്രീനുകളും രണ്ടാം ദിവസമായേക്കാണ് ഷോകളുടെ എണ്ണം പകുതിയായി കുറച്ചു എന്നാണ് റിപ്പോർട്ട്. OTT റിലീസ് സമയത്ത് തന്നെ ദൃശ്യം 2ന്റെ മേക്കിങ്ങിനെ കുറിച്ച് വലിയ രീതിയിൽ വിമർശനമുണ്ടായിരുന്നു. സീരിയൽ ലെവൽ മേക്കിങ്ങും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെ അമച്വർ പെർഫോമൻസും പലർക്കും കല്ലുകടിയായി. ജിത്തുവിന്റെ സ്ക്രിപ്റ്റാണ് ദൃശ്യം 2നെ രക്ഷിച്ച പ്രധാന ഘടകം. റിലീസിന് തുടർച്ചയായ പരാജയത്തിന്റെ ട്രാക്കിലാണ് ഇപ്പോൾ മോഹൻലാൽ.